കണ്ണുനീർത്തുള്ളി ടെന്നിസൻ്റെ ഇൻ മെമ്മോറിയത്തോട് പലരും താരതമ്യപ്പെടുത്തി എഴുതിയത് കണ്ടിട്ടുണ്ട്. അങ്ങിങ്ങ് കാണുന്ന ചില സൂപ്പർഫ്ലൂസ് ആയിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള ചില സാദൃശ്യങ്ങൾ വെച്ചാണ് ഈ താരതമ്യം. കാവ്യത്തെ മുഴുവനായിട്ട് എടുത്താൽ, കാവ്യത്തിലെ ആ കരുണരസഭാവത്തെ എടുത്താൽ നാലപ്പാടൻ ടെന്നിസനിൽ നിന്ന് എത്രയോ അകലെ എന്നാണ് ഞാൻ പറയുന്നത്. എത്രയോ അകലെയാണ് എന്ന് കാണാം. ഒരുപക്ഷെ എത്രയോ മുകളിലുമാവാം. ഇപ്പോൾ നല്ല ചില സാദൃശ്യങ്ങൾ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ്. ഒന്നാമതായിട്ട് ദാറ്റ് മെൻ മേ റൈസ് ഓൺ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഓഫ് ദെയർ ഡെഡ് സെൽവ്സ് ടു ഹയർ തിങ്സ്. ഇതിനെ നരേന്ദ്രമാൽ തൻ്റെ ശവം ചവിട്ടിപ്പോകുന്നൊരു പോക്കുയരത്തിലേക്കോ എന്നതിനോട് താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് ലവ്ഡ് ആൻഡ് ലോസ്റ്റ് ദാൻ നെവർ ടു ഹാവ് ലവ്ഡ് അറ്റ് ഓൾ. അതിനെ കുറച്ചിടയ്ക്കെങ്കിലും ഇങ്ങു കൈവന്നല്ലോ പ്രമോദൈക രസം പുമർത്ഥം എന്നതിനോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. That dies not but endures with pain and slowly forms the former mind. ഇതിനെ ഉരുക്കിടുന്നു മെഴുനീരിലിട്ടു മുക്കുന്നു മുറ്റും പോലൈക ശില്പി. മനുഷ്യകൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ എന്നതിനോടാണ് ഇവർ താരതമ്യപ്പെടുത്തുന്നത്. ഈ 3 ഭാഗങ്ങൾ എടുത്ത് ഉദ്ധരിച്ചത് താരതമ്യ പഠനത്തിന് വേണ്ടി മാത്രമാണ്. സ്വന്തം ശവങ്ങളുടെ കോണിപ്പടിയേറി മുകളിലേക്കുള്ള ടെന്നിസൻ്റെ യാത്രയും നാലപ്പാടൻ്റെ യാത്രയും തീർച്ചയായിട്ടും സദൃശമാണ്. ഒരു സ്നേഹിച്ച് നഷ്ടപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ. തീരെ സ്നേഹിക്കാതിരിക്കുന്നേക്കാൾ നല്ലത് എന്ന് പറയുന്നതും നഷ്ടബോധത്തോടു കൂടിയിരിക്കുന്ന കവി കുറച്ചിടയ്ക്കെങ്കിലും എനിക്ക് തൃതീയ പുരുഷാർത്ഥം കൈവന്നുവല്ലോ എന്നതിൻ്റെ ഓർമ്മയിൽ ആശ്വസിക്കുന്നതും വ്യത്യസ്തമാണ്. പക്ഷേ ആദ്യത്തേതൊരു മൈതാന പ്രസംഗമാണ്. രണ്ടാമത്തേത് നീറുന്ന മനസ്സ് സ്വയം ആശ്വസിക്കാൻ ഒരു ശ്രമം നടത്തലും. വേദന കൊണ്ട് ഹൃദയം മരിക്കുന്നില്ല, അത് പതുക്കെ പതുക്കെ ശക്തി നേടുന്നു എന്ന് പരത്തി പറയുമ്പോൾ അതിൽ കവിതയില്ല. ടെൻസൺ അവിടെ പാണ്ഡിത്യം ഉള്ള ഒരു പണ്ഡിതരെ പോലെയാണ് പറയുന്നത്. നാലപ്പാടൻ അവിടെ കവിയായിട്ടാണ് സംസാരിക്കുന്നത്. ഉരുക്കിടുന്നു മിഴിനീരിലിട്ടു എന്ന വരികൾ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കവിത്വം. മിഴിനീരിലിട്ടിട്ടാണ് ഒരുക്കുന്നത് അല്ലേ ഹൃദയത്തിന്. നമുക്കൊരു വ്യക്തി മരിക്കുമ്പോൾ നഷ്ടബോധം വരുന്നത് സ്വന്തം ആളുകൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെയാണ് ആദ്യമായിട്ട് നഷ്ടമാണ്. അത്തരം ആളുകൾ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഏത് ഭാഷയായാലും ചിന്തിക്കുന്നതിൽ ചില സാമ്യങ്ങൾ കാണും. അത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ്, മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. റിങ് ഔട്ട് വൈൽഡ് ബെൽസ് ടു ദ വൈൽഡ് സ്കൈ, റിങ് ഔട്ട് വൈൽഡ് ബെൽസ് ആൻഡ് ലെറ്റ് ഹിം ഡൈ എന്ന് എഴുതിയിട്ടുള്ളത് ടെന്നിസൻ്റെ ഇൻ മെമ്മോറിയത്തിലാണ്. അപ്പോൾ നാലപ്പാടനെയാണ് ഇവരെ താരതമ്യപ്പെടുത്തുന്നത് ടെന്നിസനോട്. പക്ഷേ ഈ വാക്ക് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത് ആരാ? ചങ്ങമ്പുഴയാണ്. കൃത്യമായിട്ട് മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ, റിങ് ഔട്ട് വൈൽഡ് ബെൽസ് ടു ദ വൈൽഡ് സ്കൈ, റിങ് ഔട്ട് വൈൽഡ് ബെൽസ് ആൻഡ് ലെറ്റ് ഹിം ഡൈ. അതാണ് ഈ ചങ്ങമ്പുഴ വരികൾ. ഭാരതീയർക്ക് മരണദിനത്തിൽ മുഴങ്ങുന്ന പള്ളിമണിയുടെ മുഴക്കം അന്യമാകയാൽ അത് തീർച്ചയായും ടെന്നിസൻ്റെ വൈൽഡ് ബെൽസിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചിന്താശകലങ്ങൾ കൊണ്ട് കണ്ണുനീരിൽ പിടിപ്പിച്ച് കോട്ട കെട്ടുന്ന നാലപ്പാടൻ്റെ ഞാൻ ദുഃഖമനുഭവിക്കുന്ന എല്ലാവരുടെയും ഞാനാണ് എന്നതാണ് കണ്ണുനീർത്തുള്ളിയുടെ പ്രത്യേകത. ടെന്നിസൻ്റെ ഞാൻ ടെന്നിസൺ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ കവിതയിൽ എൻ്റെ ആർദർ എന്ന് പലവട്ടം ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വരികളിൽ ഗ്രീക്ക് മിത്തോളജി, ഈ ഭൂമുഖത്തിലുള്ള എല്ലാ പട്ടണങ്ങളും എല്ലാ നദികളും ഒക്കെ അണിനിരന്ന് വരുന്നുണ്ട്. ലാസറസ്, ക്രൈസ്റ്റ്, അയോമൈൻ, ഇന്ത്യൻ കടൽ, ഇറ്റാലിയൻ തീരം, ലത്തിയൻ ജലവാഹിനി, ശവകുടീരത്തിലെ പ്രതിധ്വനി, ഷേക്സ്പിയറുടെ ആത്മാവ്, വിയന്നയുടെ മതിലുകൾ, മൈക്കലാഞ്ചലോ, സീനായിലെ കൊടുമുടി, ഇസ്രായേൽ, റൈൻ നദി, ഡാന്യൂബ്, വിയന്ന, അനാക്യം, ടൈറ്റൻ്റെ ഹൃദയം, ഇംഗ്ലണ്ടിലെ രാജസിംഹാസനം, സെൽറ്റ് ചരിത്രം, പാർലമെൻറ്റിൻ്റെ ശബ്ദം, പല്ലാസ്, പോൾ, ഹെസ്ബർ. ഇങ്ങനെ പാണ്ഡിത്യ പ്രകടനത്തിന് ആവശ്യമായ അദ്ദേഹത്തിൻ്റെ സകല പദങ്ങളും ഇൻ മെമ്മോറിയത്തിലുണ്ട്. ഇങ്ങനെയുള്ളൊരു എക്സിബിഷനിസത്തിൻ്റെ ഒരു തരിയെങ്കിലും ഉണ്ടോ കണ്ണുനീർത്തുള്ളിയിൽ? അദ്ദേഹം ഭാര്യ മരിച്ചതിനെ പറ്റി അല്ലാതെ ഈ നാട്ടിലത്തെ എല്ലാ സ്ഥലങ്ങളും ഒന്നും പറയണില്ല. അത് ആ മരിച്ച സമയത്ത് ഒരാൾക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. ഒരു വ്യക്തി ശരിക്കും മരിച്ചിട്ട് ദുഃഖം അനുഭവിക്കുന്ന ഒരാൾക്ക്. എ ടൈം ടു സിക്കൻ ആൻഡ് ടു സൂൺ when science reaches forth her arms to feel from world to world and charms a secret from the latest moon. ഇങ്ങനെയുള്ളൊരു കൃത്രിമ ദുഃഖം നാലപ്പാട്ടൻ്റെ കണ്ണുനീർത്തുള്ളിയിൽ എവിടെയും കാണില്ല. ലളിതവും സരളവും ആത്മാർത്ഥവുമാണ് അതിൻ്റെ ഭാഷ.
തൻ്റെ സുഹൃത്തായ ആർതർ ഹാലം മരിച്ച ശേഷം 17 വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് ടെനിസൺ അപ്പോൾ ആ സുഹൃത്തിനെ ഓർക്കുമ്പോൾ കുറിച്ചിട്ട വരികളൊക്കെ കൂടി കൂട്ടിച്ചേർത്തതാണ് ഇൻ മെമ്മോറിയം. അതായത് ഒരു വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് ദുഃഖം, അതിൻ്റെ എത്ര അടുത്ത വ്യക്തിയാലും ശരി, 17 വർഷക്കാലം കൊണ്ട് തേഞ്ഞു മാഞ്ഞു പോകും. അങ്ങനെയാണ് പ്രപഞ്ചശില്പി നമ്മളെ മാനവഹൃദയത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ടെനിസൻ്റെ കവിതയിൽ ഇത്തരം പാണ്ഡിത്യപ്രകടനം കടന്നു വന്നത്. 17 വർഷത്തിൻ്റെ ഉള്ളിലെന്നാണ് അദ്ദേഹം ആ സംഭവം മനസ്സിലുണ്ട് എന്നല്ലാണ്ട് പിന്നെ വരുന്നതൊക്കെ മറ്റു കാര്യങ്ങളൊക്കെയാണ്. കവിയുടെ ഹൃദയവ്യഥയുടെ ഭാവം ഇവിടെ കുറഞ്ഞു. കണ്ണീർത്തുള്ളിയുടെ കഥ അങ്ങനെയല്ല. 23 മരിച്ചുപോയ പത്നിയെക്കുറിച്ച് എഴുതിയ ഈ കാവ്യം 24 തന്നെ പ്രകാശിതമായിട്ടുണ്ട്. അപ്പം തന്നെ എഴുതിയിട്ടുള്ളതാണത്. കവി അപ്പോഴും തൻ്റെ ഹൃദയത്തിൽ നിന്ന് വാർന്നൊഴുകുന്ന രക്തം നിർത്താനായി പാടുപെടുകയാണ്. ഇവിടെ വള്ളത്തോളിനെയും നാലപ്പാടിനെയും കുറിച്ച് അവരുടെ രണ്ടുപേരുടെയും സുഹൃത്തായിരുന്ന സർദാർ KM പണിക്കർ എഴുതിയ ഒരു തൂലികാചിത്രം നമുക്ക് പരിശോധിക്കാം. രണ്ടുപേരുടെയും സ്വഭാവത്തിലുള്ള വ്യത്യാസവും നാലപ്പാടിൻ്റെ പത്നീവിരഹത്തിലുള്ള അടങ്ങാത്ത ദുഃഖവും വരച്ചു കാട്ടുന്നതാണ് പങ്കീപരിണയത്തിലെ ആ വരികൾ. കള്ളം വിട്ടിതു കാണുക നിന്നരികിലായി നിർമല്യമൊരുന്നൊരാ വെള്ളപ്പുഞ്ചിരിയാൽ നിനക്കുചിതമാം നൽ സ്വാഗതം ചൊല്ലുവോൻ വെള്ളത്തോൾ കവിയാണ് വേൾക്കുകിൽ നറും ശൃംഗാരപദ്യങ്ങളാൽ ഉള്ളം ശീതളമാക്കി നിന്നെ അനുലാളിക്കും വിനാ സംശയം. അതാണ് വള്ളത്തോളിനെ പറ്റി സർദാർ പണിക്കർ എഴുതിയത്. നാലപ്പാടിനെ പറ്റിയോ? നാലപ്പാടൻ ഇതാണ് തന്നെ മരിച്ചുള്ളോ ഒരു കാന്തയ്ക്കെഴും ചേലൊക്കും ഗുണമൊക്കെയോർ തൊഴുകുമ കണ്ണീരൊടുങ്ങാത്തവൻ നീലത്താമരയൊത്ത നീർമിഴി നിനക്കിന്നിഷ്ടമാണെങ്കിലൻ ഇലി മാലത്യന്തം അയാൾക്ക് ചേർന്നത് കുറയ്ക്കാനൊട്ടു സാധിക്കുമേ. കാന്തയുടെ ഗുണങ്ങളോർത്താണ് നാലപ്പാടിൻ്റെ കണ്ണുനീര് ഒതുങ്ങാത്തത്. അനേക വർഷം കാത്തിരുന്ന് ലഭിച്ച ആ ദാമ്പത്യം വെറും 10 മാസമാണ് നീണ്ടു നിന്നത്. അപ്പോൾ ചെറുപ്പക്കാരനായ കവിക്ക് ആ കാന്തയുടെ ശരീര സൗഭാഗ്യം നുകരാനുള്ള സമയം അത്രയ്ക്കുള്ള ഭാഗ്യമേ കിട്ടിയിട്ടുള്ളൂ. അവരുമായി കഴിഞ്ഞ ദിനങ്ങളിൽ ആ ആത്മാവിൻ്റെ സൗരഭ്യം തനിക്ക് മുഴുവനായി നുകരാൻ കഴിഞ്ഞില്ല എന്നതിലാണ് നാലപ്പാടിൻ്റെ ദുഃഖം. ചേർന്ന രത്നങ്ങളെടുത്തു നോക്കിയിൽ അടുക്കിലെ ഭംഗിയിൽ മോഹിതൻ ഞാൻ. ഏതൊരു ചെറുപ്പക്കാരനും പറ്റാവുന്ന ഒരു ഇതാണത്. അതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അല്ലേ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് യുവത്വത്തിന് സഹജമായ തൻ്റെ ചാബല്യത്തിൽ ദുഃഖിതനാണ് അദ്ദേഹം. ഞാൻ അവരുടെ ആത്മാവിനെ അറിയുന്നതിന് മുമ്പ് അവർ പോയി. അങ്ങനെയാണ്. അജവിലാപത്തിൽ അതിനെ സമാധാനിപ്പിക്കാൻ വസിഷ്ഠനെ പോലെ യോഗ്യനായ മഹർഷിക്ക് പോലും സാധിച്ചില്ല. എന്താ കാരണം? ഒരാളുടെ ദുഃഖം തീർക്കാൻ മറ്റൊരാൾക്ക് അത് ഈശ്വരനായാൽ പോലും വിഷമമാണ്, സാധ്യമല്ല എന്ന് തന്നെ പറയാം. അവനവൻ്റെ ദുഃഖം മാറാൻ അവനവൻ തന്നെ പ്രയത്നിക്കണം. ആദ്യം പൊട്ടി കരയണം. കണ്ണീരിലൂടെ ധാരധാരയായി ദുഃഖത്തെ അലിയിച്ചൊഴുക്കണം. തൻ്റെ ഹൃദയത്തിലെ വടുക്കൾ ഉണങ്ങും വരെ വേദന കൊണ്ട് പുളയണം. ആ വ്രണങ്ങൾ ഉണക്കുവാൻ കാലത്തിൻ്റെ അമേയമായ കരങ്ങളുടെ തലോടൽ അനുഭവിക്കണം. അനുഭവത്തിൽ നിന്നാണ് ഞാനും ഇതൊക്കെ പറയുന്നത്. അങ്ങനെ ദുഃഖം സഹിക്കുന്ന ഒരാളുടെ വാക്കുകളാണ് നാലപ്പാടിൻ്റെ കണ്ണുനീർത്തി എഴുതിയിട്ടുള്ളത്. ഈ കവി ഡീലെ മെത്രാനെ പോലെ ബുദ്ധിമാനും അന്തസ്സുള്ളവനുമായ ഒരു സുഭകനായിരുന്നു. ഫ്രാൻസിലെ പഴയ വ്യവസ്ഥകൾക്കുള്ള നാശം മെത്രാനെ എന്ന പോലെ ഇന്ത്യയുടെ പഴയ മൂല്യങ്ങളുടെ ചുതി അദ്ദേഹത്തെയും ദുഃഖിപ്പിച്ചിരുന്നു. സ്വന്തം കുടുംബത്തിന് വന്ന ദാരിദ്ര്യവും കടവും അതുകൊണ്ടുണ്ടായ അധപ്പതനവും അദ്ദേഹത്തെ വിഷമിപ്പിച്ചിരുന്നു. ആ കഷ്ടപ്പാടിലൊന്നും കുലുങ്ങാത്ത ധീരനായ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു പാടാണ് പത്നി മരണം സൃഷ്ടിച്ചത്. ഡീലെ മെത്രാനെ പോലെയാണ് പത്നിയുടെ മരണത്തോട് അദ്ദേഹവും പ്രതികരിച്ചത്. അദ്ദേഹം തൻ്റെ പ്രേമഭാചനത്തിൻ്റെ ശാശ്വതമായ ഗുണങ്ങളെ സ്വർഗത്തിൻ്റെ അന്തർഭാഗത്ത് കണ്ടെത്തി. അവരുടെ സഹോദരിയുടെ ആത്മാവിലൂടെ ആ പ്രേയസിയുടെ ആത്മാവിലെ ഗുണങ്ങൾക്ക് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ കഴിയാതിരുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഒരു യജ്ഞമാക്കി.